ഇന്ത്യൻ രാഷ്ട്രീയമാകെ കലങ്ങി മറിയുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വം പല സംസ്ഥാനങ്ങളിലും കൂടുതൽ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ സാഹചര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ബീഹാറിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം. പൊടുന്നനവേ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കളം മാറ്റി ചവിട്ടി ഏതാണ്ട് 9ാം പ്രാവശ്യം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് തന്നെ എണ്ണിത്തീർക്കാൻ കഴിയാത്തവണ്ണം കാലുമാറിയ ചരിത്രം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം BJP സഖ്യത്തിൽ ചെന്നുപെട്ട് 8ാം പ്രാവശ്യം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അത് നടക്കാതെ പോകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഉടൻ കളം മാറ്റി. എന്നാൽ മറ്റെന്തെങ്കിലും ആകട്ടെ എന്ന വിചാരത്തിൽ ഇപ്പോൾ BJPയുമായി ഒട്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ കക്ഷികൾ വിശേഷിപ്പിച്ചത് ഓന്ത് പോലും അദ്ദേഹത്തിനൊരു വെല്ലുവിളിയാണ് എന്നാണ്. അതേ സംബന്ധിച്ച് രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാവുന്നവർക്കെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിശേഷണം എത്രമാത്രം അനുയോജ്യമാണെന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. എന്നാൽ ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ബീഹാറിൻ്റെ അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിൽ ഉരുത്തിരിയുന്നതായ രാഷ്ട്രീയ അസ്ഥിരതയാണ്. ജാർഖണ്ഡ് നമുക്കെല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹേമന്ത് സോറൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ സോറനിൽ നിന്ന് ഷിബു സോറനിൽ നിന്ന് പിൻഗാമിയായി വന്നയാളാണ്. ഷിബു സോറൻ്റെ സ്ഥാപിതമായിട്ടുള്ള പാർട്ടിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച JMM എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക കക്ഷി. ആ കക്ഷി യഥാർത്ഥത്തിൽ ജാർഖണ്ഡിൽ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറഞ്ഞാലും അതിശയോക്തിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്ഥാപിച്ച, അതായത് ഷിബു സോറൻ സ്ഥാപിച്ചതായിട്ടുള്ള ആ പാർട്ടിയുടെ പിൻഗാമിയായി രാഷ്ട്രീയ രംഗത്ത് വന്നതാണ് ഈ ഷിബു സോറൻ്റെ മകനായ ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ഇപ്പോൾ വലിയ ഊരാക്കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ഏതാണ്ട് EDയുടെ ഒരു അറസ്റ്റ് വക്കത്തിൽ വരെ നിൽക്കുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം 2-3 ദിവസമായി ഡൽഹിയിലും ജാർഖണ്ഡിലും റാഞ്ചിയിലുമായി പ്രത്യേകമായി വിമാനം ചാർട്ടർ ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് അദ്ദേഹത്തെ കാണാനില്ല എന്ന് പോലുമുള്ള പ്രചാരണം BJP അഴിച്ചുവിട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജാർഖണ്ഡിൽ ഇപ്പോൾ ഈ JMM RJD കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഹേമന്ത് സോറൻ ചെന്നുപെട്ടിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ ഒരു തരത്തിലുള്ള അസ്ഥിരതയിലും അതുപോലെ തന്നെ സാമ്പത്തിക തിരിമറിയിലുമാണ്. ഇപ്പോൾ ED അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിന് ഇനിയും തീയതി നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. 8 പ്രാവശ്യം EDയുടെ മുൻപിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ഹാജരാകാതെ മാറി നിന്ന ഒരു പശ്ചാത്തലം കൂടി ഹേമന്ത് സോറനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രധാനപ്പെട്ട 2-3 ആരോപണങ്ങൾ, ഒന്ന്, ആദിവാസികളെ, അതായത് ജാർഖണ്ഡിലെ ആദിവാസികളെ വ്യാജ രേഖ ചമച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഭൂമി കൈയടക്കി. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഖനി വകുപ്പിൻ്റെ ചുമതലയിലായിരുന്നപ്പോൾ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം 0.88 ഏക്കർ പ്രദേശം പാട്ടത്തിനെടുത്ത് അത് ഖനിപ്രദേശമായ രീതിയിൽ അത് പാട്ടത്തിനെടുത്ത് അതിൽ നിന്ന് ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഖനനം ചെയ്ത് വൻപിച്ച സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ED അന്വേഷണം അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്നത്. അതിനേക്കാൾ ഏറെ ഞെട്ടിപ്പിച്ചത് ED നടത്തിയതായ ഒരു റെയ്ഡിൽ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള വീട്ടിൽ നിന്നും 36 ലക്ഷം രൂപ പണമായും വളരെ വിലപിടിപ്പുള്ള BMW എന്ന് പറയുന്ന ഒരു കാറും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. 2020-22 യഥാർത്ഥത്തിൽ ഈ ആദിവാസികളുടെ ഭൂമി വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിയെടുത്തത്. അപ്പോൾ ഇത് ഏതാണ്ട് 3-4 വർഷമായി ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ED പിടിമുറുക്കുകയാണ്. EDയുടെ മുൻപിൽ വീണ്ടും ഹാജരാകാനായി നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം തീർച്ചയായും ഹാജരായെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഹാജരായാൽ തന്നെ ഒരു അറസ്റ്റിലേക്ക് പോലും പോകുമെന്ന് ഏതാണ്ട് പാർട്ടിയും ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ വളരെ തന്ത്രപരമായി ഈ പറയുന്ന ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന
എന്ന് പറയുന്ന 47 വയസ്സ് പ്രായമുള്ള യുവതിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് രാഷ്ട്രീയമായി യാതൊരു പാരമ്പര്യവുമില്ല. അവർ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, MBA ബിരുദധാരിയാണ്. തൻ്റെ പിതാവ് ഒരു വ്യവസായിയാണ്. ആ വ്യാവസായിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് ഹേമന്ത് സോറൻ വിവാഹം കഴിക്കുന്നത്. അപ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്ന ഈ ശ്രീമതി കൽപ്പന ഇപ്പോൾ പാർട്ടിയുടെ ആവശ്യത്തിന് വഴങ്ങി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരിട്ട് വരികയാണ്. അവർ ഒരു MLA പോലുമല്ല എന്നുള്ളതാണ് പ്രത്യേകമായ സാഹചര്യം. അവർക്ക് 6 മാസത്തിൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമെന്നുണ്ടെങ്കിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ അവർക്ക് തുടരാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ വേറൊരു വലിയ വൈതരണി എന്ന് പറയുന്നത് 2024 ഈ വർഷം നവംബറോടുകൂടി ഈ ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധി പൂർത്തിയാവുകയാണ്. അവിടെയും ഒരു പ്രതിസന്ധിയുണ്ട്. അങ്ങനെ വരുമ്പോൾ കാലാവധി 1 വർഷമെങ്കിലും ഇല്ലാത്ത നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം. അങ്ങനെ വരികയാണെങ്കിൽ ഇവരുടെ സ്ഥാനം ഈ കൽപ്പന മുഖ്യമന്ത്രിയായാൽ പോലും പ്രതിസന്ധികൾ പുതുതായി ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും ഒരു കടുത്ത ഏടാകൂടത്തിലാണ് ഹേമന്ത് സോറൻ അകപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. എന്തായാലും ഹേമന്ത് സോറൻ ഒരു നിതീഷ് കുമാർ ആവുകയില്ല എന്നൊക്കെ JMM ഇപ്പോൾ തന്നെ പ്രസ്താവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കാലുമാറുകയില്ല. RJDയും കോൺഗ്രസുമായ സഖ്യം വളരെ ബലത്തതാണ്. അവിടെയൊന്നും വിള്ളലുണ്ടാക്കുവാൻ ഈ നടപടികൾ ഇടയാക്കുകയില്ല എന്നൊക്കെ അവരുടെ സഖ്യകക്ഷ്യം പറയുന്നുണ്ട്. എന്നാലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഇന്ത്യ മുന്നണിക്കേറ്റ മറ്റൊരു ആഘാതമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ബീഹാറിലുണ്ടായ ആഘാതത്തിന് തൊട്ടു പിന്നാലെ ജാർഖണ്ഡിലും ഇതുണ്ടാകുമ്പോൾ BJP ഘടകകക്ഷികൾ തന്നെ ആകെക്കൂടെ ഒരളവ് വരെ അങ്കലാപ്പിലാണ്. നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വളരെയേറെ വിയർപ്പൊഴുക്കേണ്ടി വരും ഈ സഖ്യം ഐക്യത്തോടുകൂടെ നിലനിർത്താനും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ഏതായാലും CPM ഒക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന തീരുമാനമനുസരിച്ച് കേരളത്തിലും ബംഗാളിലും ഒഴിച്ച് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അതും അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലൊഴിച്ച് മറ്റൊരു സംസ്ഥാനത്തും CPMന് വലിയ സ്വാധീനമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിനോട് ഒട്ടി നിന്നെങ്കിൽ മാത്രമേ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും 1-2 സീറ്റെങ്കിലും അവർക്ക് പിടിച്ചെടുക്കാനായി സാധിക്കുകയുള്ളൂ. ഏതായാലും ഇന്ത്യ സഖ്യത്തിൽ വളരെയേറെ വൈതരണികൾ ഓരോന്നോരോന്നായി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ലേശകരമായ ഒരു ദൗത്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുന്നത്. 27ലധികം കക്ഷികളെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ്. അതിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ശുഭാപ്തി വിശ്വാസത്തോടെ. അതോടൊപ്പം സമാന്തരമായി ന്യായ് ജോഡോ യാത്രയും രാഹുൽ ഗാന്ധി തുടരുകയാണ്. പശ്ചിമ ബംഗാളിൽ തന്നെ അതിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മമതാ ബാനർജി ഒരു പ്രത്യേകമായ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവേശനം അനുവദിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെയുമുണ്ട്. മമതാ ബാനർജിയും ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഈ മുന്നണിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ടാണ് ഇപ്പോൾ ഹേമന്ത് സോറൻ്റെ പേരിൽ ED നടത്തുന്നതായിട്ടുള്ള ഇത്തരം നടപടികൾ. ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് വീണ് കിട്ടുന്നതായിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ആവുന്നത്ര വകവരുത്തുന്നതിനുള്ള നീക്കങ്ങളും അവർ ബോധപൂർവം രാഷ്ട്രീയമായി നടത്തുന്നുണ്ട് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ 400 സീറ്റെങ്കിലും നേടി പാർലമെൻറ്റിൽ അധികാരത്തിൽ 3-ാം ഊഴം വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് പ്രതിയോഗികളെ ഏതെല്ലാം മാർഗത്തിലൂടെ വകവരുത്താൻ സാധിക്കുമോ അത് അവരുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെയുള്ള മാർഗങ്ങളിലൂടെ എങ്ങനെയെല്ലാം അവരെ വകവരുത്താൻ കഴിയും എന്നുള്ള മാർഗങ്ങളാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ ഈ ജാർഖണ്ഡിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി വന്നാൽ കുതിരക്കച്ചവടം നടത്താൻ പോലും അവർ തയ്യാറാകും എന്നതിനെക്കുറിച്ചും നമുക്ക് യാതൊരു സംശയവുമില്ല. RJDയിലോ കോൺഗ്രസ്സിലോ ഉള്ള ആളുകളെ വിലക്കെടുത്ത് അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണം കൈയാളാനായി ശ്രമിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ഇന്ത്യ മുന്നണിക്കുണ്ടായിരിക്കുന്ന വൈതരണിയും അതോടൊപ്പം തന്നെ
ഈ ഹേമന്ത് സോറൻ്റെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ജാർഖണ്ഡ് മന്ത്രിസഭയുടെ ഭാവിയുമൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടിരിക്കുന്നു. ഏതായാലും ഒരു ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ജാർഖണ്ഡിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇ ഡി പിടിമുറുക്കുമ്പോൾ തുടർന്നുണ്ടാകുന്ന ഇ ഡിയുടെ നടപടികളൊക്കെ എങ്ങനെ ആ സംസ്ഥാനത്തെ ബാധിക്കും? അവിടുത്തെ മന്ത്രിസഭ നിലനിർത്താനായി ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പനയ്ക്ക് സാധിക്കുമോ? അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുമോ? BJP ഇടപെട്ട് അവിടുത്തെ സഖ്യം ഇല്ലാതെയാക്കി കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിലെത്താനായി ശ്രമം നടത്തുമോ? എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്ഫോടകാത്മകമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ജാർഖണ്ഡിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊട്ടും അധികപ്പറ്റാവുകയില്ല.